നമസ്കാരം. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി നമ്മൾ കണ്ടതാണ് സുനേത്ര പവാർ, അന്തരിച്ച അജിത് പവാറിന്റെ ഭാര്യ, ഉപമുഖ്യമന്ത്രിയായി, മഹാരാഷ്ട്രയുടെ ആദ്യ ഉപമുഖ്യമന്ത്രിയായി ചാർജ് എടുക്കുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അജിത് പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. 2 ദിവസം മുമ്പ് നടന്ന വിമാനാപകടത്തിൽ അദ്ദേഹത്തിൻ്റെ അതിദാരുണമായ മരണമുണ്ടാകുന്നു. ആ മരണം നടന്ന് മണിക്കൂറുകൾക്കകം ഭാര്യ സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അസാമാന്യമായ ഒരു മനക്കെട്ടിയില്ല എങ്കിൽ ആ സ്ത്രീക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത്രയും വളരെ ഗുരുതരമായ പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്രയും വലിയ പ്രാധാന്യം അതിനുണ്ടായിരുന്നില്ല എങ്കിൽ അത് ആ സ്ത്രീക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് സുനേത്ര പവാർ അത് മണിക്കൂറുകൾക്കകം തന്നെ, തൻ്റെ ഭർത്താവ് മരിച്ച് മണിക്കൂറുകൾക്കകം തന്നെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് എന്ന കാര്യം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാവുകയാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ. അതായത് കഴിഞ്ഞ കുറേ കാലമായി മഹാരാഷ്ട്രയുടെ പൊളിറ്റിക്കൽ ഡ്രാമ അത് വളരെയധികം വലുതാണ്. പല രാഷ്ട്രീയ പാർട്ടികളും പിളർന്നു, പല രാഷ്ട്രീയ പാർട്ടികളും കൂറുമാറി, മുന്നണി മാറി, അങ്ങനെ വലിയ നാടകീയ രംഗങ്ങൾ മഹാരാഷ്ട്രയിൽ നടന്നു വരികയാണ്. ശരത് പവാറിൻ്റെ പാർട്ടിയായിരുന്ന NCP, ശരത് പവാർ ഈ വലിയ അനുഭവ സമ്പത്തുള്ള അജിത് പവാറിനെ ഒതുക്കി നിർത്തുകയും സ്വന്തം മകളെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തതോടുകൂടി പാർട്ടി പിളരുകയായിരുന്നു. പിന്നീട് അജിത് പവാർ നടത്തിയ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം പാർട്ടി പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ശരത് പവാറിനെ പുറത്താക്കിക്കൊണ്ട് പാർട്ടിയുടെ ചിഹ്നം, പാർട്ടിയുടെ പേര്, ഇതെല്ലാം തന്നെ അജിത് പവാർ പിടിച്ചെടുക്കുന്നു. കാരണം അത്രമാത്രം ജനസമ്മതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം BJPയോടൊപ്പം പോകുന്നു, NDAയോടൊപ്പം പോകുന്നു, അങ്ങനെ മഹാരാഷ്ട്രയുടെ ഭരണം പിടിക്കുന്നു. ആ സ്ഥാനത്ത് നിന്നും എങ്ങനെയും NDA മുന്നണിയിൽ നിന്നും തിരിച്ചു പിടിക്കാനും പാർട്ടിയെ തിരിച്ചു പിടിക്കാനും ഒക്കെ ശരത് പവാർ മറുഭാഗത്ത് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അജിത് പവാറിൻ്റെ മരണമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് വേഗത കൂടും എന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നവിസിന് മനസ്സിലായി. അദ്ദേഹം അത് തൻ്റെ മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെയുമായി സംസാരിക്കുന്നു. അതിനുശേഷം സുനേത്ര പവാറുമായി ബന്ധപ്പെടുന്നു. അതായത് NCP, അജിത് പവാർ വിഭാഗം എന്ന NCP പാർട്ടി, ആ യഥാർത്ഥത്തിലുള്ള NCP പാർട്ടി, ആ NCPക്ക് അകത്തും പുറത്തും പാർട്ടിയെ ഇല്ലാതാക്കാൻ, പാർട്ടിയെ NDAയിൽ നിന്ന് അടർത്തി മാറ്റി മറുഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ഒക്കെ വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അജിത് പവാർ ഉയർത്തിക്കെട്ടിയ, അല്ലെങ്കിൽ അഹോരാത്രം പണിയെടുത്ത് പടുത്തുയർത്തിയ ആ സ്ഥാനമാനങ്ങൾ, ഉപമുഖ്യമന്ത്രി സ്ഥാനം, മന്ത്രിപദങ്ങൾ, അതോടൊപ്പം തന്നെ NCP എന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ, അതെല്ലാം നിലനിർത്തണമെങ്കിൽ തീർച്ചയായും താങ്കൾ നേരിട്ട് ഉടൻ തന്നെ രംഗത്തിറങ്ങിയേ മതിയാകൂ എന്ന് ദേവേന്ദ്ര ഫട്നവിസ് സുനേത്രയെ ഉപദേശിക്കുന്നു. സുനേത്ര അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തന്നെ അതിനെ ഉൾക്കൊള്ളുന്നു. അതിനുശേഷം അവർ വളരെ സധൈര്യം തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമാണ് ഭർത്താവ് മരിച്ച് മണിക്കൂറുകൾക്കകം ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ശരത് പവാർ തൻ്റെ മകളായ സുപ്രിയ സുലെയെ ഉപയോഗിച്ചുകൊണ്ട് അജിത് പവാറിൻ്റെ ഭാര്യയെ ഒതുക്കുമെന്ന് കൃത്യമായി തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ രാജ്യസഭാ MP ആണ് സുനേത്ര. രാജ്യസഭാ MP സ്ഥാനം തൻ്റെ മൂത്ത മകന് നൽകാനും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനവും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും സ്വയം ഏറ്റെടുക്കാനും ആ ധീര വനിത കരുത്തുകാട്ടുകയായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.